90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിൽ അദ്ദേഹം നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിന് രാഷ്ട്രീയമായും ഏറെ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തത്സമയം. സ്ഥാനാർത്ഥി പട്ടിക പൊതുവെ നിരന്നു കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ 7 ദിവസമായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുകയായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും ആവേശകരമായ പ്രതികരണമാണ് പൊതുവെ കാണാനായി. സർക്കാരിൻ്റെ 5 വർഷത്തെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായ പൊതുവെ വലിയ തോതിൽ അംഗീകാരം നേടിയതാണ് അനുഭവം. വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കപ്പെട്ടത് എല്ലാ യോഗങ്ങളിലും വലിയ സ്ത്രീ പങ്കാളിത്തമാണ്. പിന്നെ ചൂടുകാലമൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾ വലിയ താല്പര്യപൂർവ്വമാണ് ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പല പ്രകടനങ്ങൾ. ഇത് വീട്ടുമുറ്റത്തൊക്കെ വലിയ തോതിൽ ആ വീട്ടിലെ അംഗങ്ങളിൽ ഇറങ്ങി നിന്ന് ഈ യാത്ര ചെയ്യുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നൊരു നില കാണുന്നുണ്ട്. അപ്പോൾ LDFനെ ഒരു കുടുംബാംഗം പോലെ കണക്കാക്കുന്ന നില പല വീടുകൾക്കും വന്നിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ ലഭിക്കുന്നൊരു സൂചന. കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് LDF ശ്രമിച്ചിട്ടുള്ളത്. ജനങ്ങൾ LDFനോടൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഈ പ്രതികരണം പകരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പത്രസമ്മേളനങ്ങൾ ഞാൻ നടത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കോവിഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകമായി ഒന്നും പറഞ്ഞിരുന്നില്ല. ഇന്നലെ ലഭ്യമായ കണക്കനുസരിച്ച് കേരളത്തിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം 27,057 കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏതാണ്ട് 31% രോഗികളുടെ കുറവ് എണ്ണത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ നിലയെടുത്താൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് രോഗവ്യാപനം ഇപ്പോഴുള്ളത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3-നും താഴേക്ക് വന്നു. ശരി.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ച മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണത്തിലായിരുന്നു. പൊതുവിൽ നല്ല ജനവികാരമാണ് ഇടതുപക്ഷത്തിന് കിട്ടിവരുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. സർക്കാരിന്റെ വികസനം, ജനക്ഷേമം വലിയ തോതിൽ അംഗീകാരം കിട്ടിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരിപാടികളിൽ കാണുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ പങ്കാളിത്തം, അത് LDF സ്ഥാനാർത്ഥികൾ ഓരോ കുടുംബത്തിലെയും ഒരു അംഗം പോലെയായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള കഴിഞ്ഞ 5 വർഷങ്ങൾ അതിലൂന്നിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം പങ്കുവച്ചത്. അതോടൊപ്പം കോവിഡ് കണക്കുകളിലേക്കും അദ്ദേഹം പോയി. അദ്ദേഹം വീണ്ടും സംസാരിക്കുകയാണ്. തത്സമയം അതിലേക്ക്. സാങ്കേതിക തകരാറ് ചിലപ്പോൾ വരുമല്ലോ, അതാണ്. അപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ കേരളം കാണിച്ച മികവിനെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി തന്നെ വലിയ തോതിൽ അനുമോദിച്ചിട്ടുണ്ട്. ഇതിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടും ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നിലനിർത്താൻ നമുക്ക് കഴിയുന്നത്. അതേപോലെ തന്നെ വാക്സിനേഷൻ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. ഇതുവരെ സംസ്ഥാനത്ത് 14 ലക്ഷത്തിലധികം ആളുകൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്കുകളനുസരിച്ച് ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും വേഗത്തിൽ ആളുകൾക്ക് വാക്സിനേഷൻ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് ടെസ്റ്റ് ചെയ്യപ്പെട്ട സംസ്ഥാനവും അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ്. ഡൽഹിയും ഗോവയും പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് മുൻപിലുള്ളത്. എന്നാൽ വാക്സിനേഷൻ്റെ കാര്യത്തിൽ ചെറിയ സംസ്ഥാനങ്ങളും നമ്മുടെ പുറകിലാണ് നിൽക്കുന്നത്. അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഇതുപോലുള്ളങ്ങളിൽ ഒരുമിച്ച് താമസിക്കുന്ന വയോജനങ്ങൾക്കിടയിൽ രോഗം പകരുന്നത് അപകടകരമായ സ്ഥിതിയുണ്ടാക്കാം. അത്തരം സ്ഥലങ്ങളിൽ പാർക്കുന്ന വൃദ്ധരായ ആളുകൾക്ക് വാക്സിനേഷൻ സ്വീകരിക്കാൻ കേന്ദ്രങ്ങളിൽ വന്ന് വാക്സിനേഷൻ സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് അവിടങ്ങളിൽ തന്നെ വാക്സിൻ എത്തിച്ച് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഇന്നലേക്ക് ഒരു വർഷമായി. അപ്പോൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചത് നമുക്ക് രോഗപ്രതിരോധത്തിന് ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുഭവം. കോവിഡിനെ പറ്റി നമ്മൾ കാണേണ്ടത് കോവിഡ് മഹാമാരി നമ്മെ വിട്ടുപോയിട്ടില്ല. അങ്ങനെ എളുപ്പം പോകില്ല എന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അനുഭവം വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, നമുക്ക്
അതിജീവിക്കാനാകും എന്നത് തന്നെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഉചിതമായ ചികിത്സയും സുരക്ഷയും നൽകാൻ ആവശ്യമായ ശേഷി നാം ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡിനെ ഭയപ്പെടുകയല്ല, ജാഗ്രതയോടെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ജനങ്ങൾ പരസ്പരം ഇടപഴകുന്നതിൻ്റെ തോത് വർദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇടപെടലും ജാഗ്രതയോടെ വേണം. തന്നിൽ നിന്ന് രോഗം മറ്റൊരാളിലേക്ക് എത്തില്ല എന്ന നിർബന്ധം, അത്തരമൊരു നിർബന്ധ ബുദ്ധി ഓരോരുത്തരും കാണിക്കലാണ് പ്രധാനം. അതോടൊപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് വല്ലാതെ വർദ്ധിക്കുകയാണ്. പകൽ സമയത്ത് താപനില കൂടുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നമ്മുടേത് ഉയർന്ന അന്തരീക്ഷ ആർദ്രതയുള്ള ഒരു തീരദേശ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പകല് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ദാഹം തോന്നുന്നില്ല എങ്കിലും ഇടക്ക് വെള്ളം കുടിക്കണം. പുറത്തേക്കിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ വെയിലത്ത് ഇറങ്ങേണ്ടി വരുമ്പോൾ ധരിക്കുന്നൊരു ശീലമാക്കണം. ഇത്തരം കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നാവും. ചൂട് പരമാവധി എത്തുന്നത് നട്ടുച്ചക്കാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ പാചകത്തിലേർപ്പെടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രായമായവർ, കുട്ടികൾ, മറ്റു രോഗമുള്ളവർ, ഇത് പ്രത്യേകമായി അവശത എന്തെങ്കിലും അനുഭവിക്കുന്നവർ പകല് 11 മണി മുതൽ നേരത്തെ പറഞ്ഞ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇവർക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനിടയുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കേണ്ടി വരുന്ന തൊഴിൽ സമയം പുനഃക്രമീകരിക്കാൻ തൊഴിൽദാതാക്കൾ സന്നദ്ധമാകണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇതൊന്നും വകവെക്കാതെ ഇറങ്ങുന്നൊരു സാഹചര്യം സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെ ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരായാലും പൊതുപ്രവർത്തകരായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായാലും
അവരെല്ലാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗം പരിശോധിച്ചാൽ LDF ലഭിക്കുന്ന ജനപിന്തുണ LDF എതിരാളികളെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്രിമമായി ചില പ്രതീകങ്ങൾ സൃഷ്ടിച്ച് ചർച്ച അത്തരം കാര്യങ്ങളിൽ തളച്ചിടാൻ അവർ ശ്രമിക്കുന്നത്. നേമം മണ്ഡലത്തിലെ മത്സരമാണ് BJPക്കെതിരായ തങ്ങളുടെ തുരുപ്പുചീട്ടെന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. ആദ്യം അവർ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകിപ്പോയ വോട്ടിനെ കുറിച്ചാണ് പറയേണ്ടത്. അതെങ്ങോട്ടാണ് പോയത്? ആ കാര്യം കോൺഗ്രസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ ആ വോട്ടെല്ലാം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF എത്തിയ നിലയുടെ 7 അയലത്തെങ്കിലും എത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ കോൺഗ്രസും BJPയും പരസ്പരം സഹായിക്കുന്ന നിലയാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു കേരളതല ധാരണ കോൺഗ്രസ് BJP UDF തമ്മിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്നതായി കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളിലൂടെ വ്യക്തമാകും. ഇപ്പോൾ ഒരാൾ രാവിലെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, മറ്റേ കക്ഷിയുടെ ആൾ വൈകുന്നേരം അതേ ആരോപണം ആവർത്തിക്കുന്നു. ഇത് കോൺഗ്രസ് BJP നേതാക്കൾ മാറി മാറി ഈ കാര്യം ചെയ്യുന്നത് മാധ്യമരംഗം മാത്രമല്ല, നാട് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമം വലിയ തോതിലാണ് ഈ കൂട്ടർ നടത്തുന്നത്. പരസ്പര ധാരണയിലാണ് പ്രചരണങ്ങൾ വരെ അഴിച്ചുവിടുന്നത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, അതായത് ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്നതിൽ സർക്കാർ എന്തോ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ PSCക്കെതിരെ കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ ഈ വിഭാഗം അഴിച്ചുവിട്ടു. PSCയോ കേരള ചരിത്രത്തിലെ നിയമന ഉത്തരവ് നൽകുന്നതിൽ റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1,58,000 പേർക്ക് നിയമന ഉത്തരവ് നൽകാൻ PSCക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ ഒരു സർവകാല റെക്കോർഡാണ്. അതിൽ അത്തരമൊരു നേട്ടം PSC ഉണ്ടാക്കിയപ്പോൾ PSCയെ അഭിനന്ദിക്കാൻ ഇവരെന്തിനാണ് മടി കാണിക്കേണ്ട കാര്യം? പക്ഷെ അഭിനന്ദിക്കുന്നതിന് പകരം PSC എങ്ങനെയൊക്കെ
അപകീർത്തിപ്പെടുത്താനാകും എന്നാണല്ലോ ഇവർ പരിശ്രമിച്ചത്. കേരള സർക്കാർ നിയമനം നടത്തുന്നില്ല എന്ന് വരുത്താനാണ് PSCക്കെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനും ബന്ധപ്പെട്ട നടപടികൾ കൃത്യമായി പരിശോധിച്ചു പോകുന്നതിനും ഉള്ള സംവിധാനം ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ സൃഷ്ടിക്കുന്ന നടപടിയാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചത്. കേരള ഗവൺമെൻറ്റിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ 1000 നാക്കുള്ള ഇവർക്ക് കോൺഗ്രസിനും UDFനും BJPക്കും അവരുടെ നേതാക്കൾക്കും മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നാക്കേ വരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വന്നൊരു കണക്കനുസരിച്ച് 8 ലക്ഷം തസ്തികകളിൽ ആളെ നിയമിക്കാതെ കിടക്കുന്നു, അതൊഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ 8 ലക്ഷം പേർക്ക് ലഭിക്കേണ്ട നിയമനം തടഞ്ഞിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിലുള്ളത്. 8 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ BJPക്ക് അതിനെതിരെ സംസാരിക്കാനുള്ള പ്രയാസം നമുക്ക് മനസ്സിലാക്കാനാവും. കാരണം BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എന്താണ് കോൺഗ്രസിന് വിഷമം? എന്താണ് UDFന് വിഷമം? 8 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞാൽ അത് ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയാനും നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെടാനും സാധാരണ നിലക്ക് കോൺഗ്രസിനും UDFനും അവരുടെ നേതാക്കൾക്കും കഴിയണ്ടേ? അങ്ങനെ കഴിയാതിരിക്കുന്നത് കേന്ദ്ര BJP ഭരണത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ഗൗരവമായൊരു വിമർശനം പോലും ഉന്നയിക്കാതിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു കേരളതല ധാരണയുടെ ഭാഗമല്ലേ എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാവില്ല. ഇവിടെ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഗമായി വിഷം അനുഭവിക്കുന്ന ആളുകളെ പലതരത്തിൽ സഹായിക്കാൻ സർക്കാർ തയ്യാറായല്ലോ. വലിയ ഒരു മഹാകാര്യമൊന്നുമല്ലെങ്കിലും ആ സഹായത്തിൽ ഒന്നായിരുന്നു പലവ്യഞ്ജന കിറ്റ് കൊടുത്തു. ആ കിറ്റ് ഒരു വിവേചനമില്ലാതെയാണ് കൊടുത്തത്. കാരണം സാധാരണ APL BPL വ്യത്യാസമൊക്കെ കണക്കാക്കിയാണ് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ ദുരിതം അനുഭവിച്ചത് എല്ലാവരുമാണ്. വളരെ ചുരുക്കം പേരെയാണ് ഒഴിവാക്കി നിർത്തേണ്ടത്. അത് വേണ്ട, എല്ലാവർക്കും കിറ്റിരിക്കട്ടെ എന്നാണ് സർക്കാർ നിശ്ചയിച്ചത്. ഇപ്പോൾ അക്കാര്യത്തിൽ വന്ന ഒരു വിമർശനം ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തതാണ്, സംസ്ഥാനം കൊടുത്തു എന്ന് പറയുകയാണ്. ഒന്നാമത് ഞങ്ങളാരും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വകയാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ പോയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ
അതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ പ്രചരണത്തിനും പോയിട്ടില്ല. പക്ഷേ വസ്തുതയുണ്ടല്ലോ, സംസ്ഥാനത്തിൻ്റെതാണല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഹിറ്റാണ് എന്ന് പറയുന്നവർ, എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കൊടുക്കണ്ടേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? എല്ലാത്ത സംസ്ഥാനങ്ങളുമില്ലേ? അപ്പോൾ കാര്യങ്ങളെ എങ്ങനെയൊക്കെ വക്രീകരിക്കാം, ഉള്ളതിനെ എങ്ങനെ ഇല്ലാതാക്കാം, ഇതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും UDFൻ്റെയും നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കൽ പ്രധാനമാണ്. അത് ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. മതനിരപേക്ഷതയുടെ സംരക്ഷണം നാം എല്ലാവരും പ്രധാനമായി കാണുന്നുണ്ട്. ആ സംരക്ഷണം, അതിൻ്റെ ഉരക്കല്ല് വർഗീയതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എന്നത് ഓർക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലേക്ക് ഇത്തവണ കൂട്ടത്തോടെയാണല്ലോ MP-മാർ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, BJPക്കെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ നടക്കുന്ന കർഷക സമരം. രാജ്യത്തിൻ്റെ ശ്രദ്ധ വലിയ തോതിൽ പിടിച്ചു പറ്റിയ ഒരു സമരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ 100 ദിവസം പൂർത്തിയായി. ഈ കോൺഗ്രസിൻ്റെ MP-മാരിൽ എത്ര പേരാണ് ആ സമരത്തിൽ പോയത്? എന്തേ അത്തരമൊരു കർഷക സമരത്തിൽ പങ്കുചേരാൻ കോൺഗ്രസിൻ്റെ MP-മാർക്ക് മനസ്സ് വരാതിരുന്നത്? എന്നാൽ ഇടതുപക്ഷത്ത് നോക്കണം. ഇടതുപക്ഷം അതിൻ്റെ നേതൃനിരയിൽ തന്നെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു ഇത്തരം കാര്യങ്ങളിലുള്ള വ്യത്യാസം BJPയോടുള്ള സമീപനത്തിൽ തന്നെ പ്രകടമാവുകയാണ്. ഇപ്പോൾ BJPയെ ചെറുക്കാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അവർക്ക് വന്ന അനുഭവം? പലയിടത്തും അങ്ങനെ വിജയിച്ചു വന്ന കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് തങ്ങളെ തന്നെ BJPക്ക് വിൽക്കുന്ന കാഴ്ചയല്ലേ കാണാൻ കഴിഞ്ഞത്? ഇപ്പോൾ ഗോവയിൽ ഒറ്റക്കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് ആയിരുന്നില്ലേ വലിയ കക്ഷി? യഥാർത്ഥത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ എണ്ണം അവർക്ക് വന്നല്ലോ. ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് പാർലമെന്റ് ജനാധിപത്യത്തിൽ അതല്ലേ സമ്പ്രദായം. എന്നാൽ ജയിച്ചു വന്ന
കോൺഗ്രസ് MLA-മാർ ഇരുന്നില്ലല്ലോ. അതിനു മുൻപ് തന്നെ കൂട്ടത്തോടെ BJP-യിലേക്ക് പോവുകയില്ല ചെയ്തു. BJP സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ബലം കോൺഗ്രസ് അല്ലേ ഉണ്ടാക്കി കൊടുത്തത്. ഇത് ഒരു ഗോവയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോ മണിപ്പൂർ, മധ്യപ്രദേശ്, കർണാടക, നമ്മുടെ ഇവിടുന്ന് മാഹിന്നാണല്ലോ പുതുച്ചേരി തുടങ്ങുന്നത്. പുതുച്ചേരി എത്ര പ്രധാനികളാണ് പുതുച്ചേരിയിൽ അവസാനം കോൺഗ്രസ് വിട്ട് BJP-യുടെ കൂടെ പോയത്? ഇതേ രീതിയിലല്ലെങ്കിലും നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ത്രിപുരയിൽ കോൺഗ്രസ് നിയമസഭാ പാർട്ടി ആകെ BJP മാറുകയല്ലേ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതികൾ അരങ്ങേറിയതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വിലക്ക് വാങ്ങാവുന്ന വിൽപ്പന ചരക്കാക്കി BJP മാറ്റിയിരിക്കുകയാണ്. ആ കച്ചവടത്തിൽ വിലക്ക് വാങ്ങാൻ കഴിയുന്ന വസ്തുവായി കോൺഗ്രസ് തങ്ങളെ തന്നെ ചുരുക്കിയിരിക്കുന്നു. എത്ര ഉയർന്ന വില കൊടുക്കാനും BJP തയ്യാറാണ് എന്ന് നേരത്തെയുള്ള ചില വാർത്തകളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ആവശ്യമായ പണം അതിനുവേണ്ടി അവർ സമാഹരിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എത്ര വലിയ വിലക്കാണ് തങ്ങളെ തന്നെ വിൽക്കാൻ കഴിയുക? ഇതാണ് കോൺഗ്രസിലെ പലരും നോക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJP-യിൽ പോകുന്നവർ അവരെക്കുറിച്ചൊരു കാര്യം ആലോചിച്ച് നോക്കും. കോൺഗ്രസ് ആയിരുന്നപ്പോൾ അവർ CAA എതിർത്തിരുന്നു. ഇപ്പോഴോ അവർ CAA അനുകൂലിക്കാതെ BJP-യിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ BJP-യുടെ നിലപാട് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതിന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തന്നെ പ്രയാസമുണ്ടാകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൽ അവശേഷിക്കുന്നവർ അതിൽ പലരും ഭാവിയിൽ BJP-യിലേക്ക് പോകാവുന്നവരാണ് എന്നത് നാട് കാണുക. അപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തന്നെ വിശ്വാസ്യതക്കാണ് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ CAA നിലപാടിനെ ഏതടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാനാകുക? എപ്പോഴും BJP നിലപാടിനോടൊപ്പം BJP ആകാൻ സന്നദ്ധരായി നിൽക്കുന്നവരുടെ ഇപ്പോഴത്തെ നിലപാടിനെ ആരെങ്കിലും മുഖവിലക്കെടുക്കൂ? ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടില്ല എന്നത് പ്രത്യേകമായി ഓർക്കേണ്ട കാര്യമാണ്.
ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നെ വർഗീയ രൂപങ്ങൾ സ്വീകരിക്കുന്ന കോൺഗ്രസ്, അതിൻ്റെതായ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, അതുമായിട്ട് സമരസപ്പെടാൻ കാണിക്കുന്ന വ്യഗ്രത, അതൊക്കെ രാജ്യവ്യാപകമായുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ കേരളത്തിലും വന്നു തുടങ്ങുന്നു എന്നത് പൊതുവെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് മുഖവിലൊക്കെ എടുക്കുമല്ലോ ജനങ്ങൾ. ഇപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ 1000 വീട് ഞങ്ങൾ പണിത് കൊടുക്കും എന്ന് KPCC പ്രഖ്യാപിച്ചു. ഇപ്പോൾ 1000-ൽ 1 പൂജ്യമെങ്കിലും പോയിട്ട് ഒരു 100 വീടെങ്കിലും നിർമ്മിച്ചത് കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് കഴിയും. ഇതില് ഇത്തരം ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പിരിക്കുന്നുണ്ടല്ലോ. ആ പിരിക്കുന്ന തുക ഈ ആവശ്യം ഇന്നതിനാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിനു വേണ്ടി ചെലവഴിച്ചോ? ആ തുകയുടെ കണക്ക് പിന്നീട് എപ്പോഴെങ്കിലും കേട്ടോ? ഇത്ര വീട് നിർമ്മിക്കാനേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര വീട് നിർമ്മിച്ചു എന്ന് പറയുന്നത് കേട്ടോ? ഇതൊക്കെ കോൺഗ്രസിന്റെ കാര്യം. അതേസമയം കത്വയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിച്ച തുക അത് പ്രസിദ്ധപ്പെടുത്തിയില്ല എന്നതുമായി ബന്ധപ്പെട്ട് ലീഗിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും ലീഗുകാരുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ അതൃപ്തിയുള്ളവരാണ്. പല കാര്യങ്ങളും ഗൗരവമായി ഇത്തരം ആളുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അണികളിൽ വലിയ അതൃപ്തി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ ശക്തനെ ഇറക്കിയത് തന്നെ ഒരു യഥാർത്ഥ പോരാട്ടത്തിനാണോ അല്ല ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണോ എന്നത് വരും ദിവസങ്ങൾ കൊണ്ടേ വ്യക്തമാകും. കാരണം അതുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള അനുഭവം വളരെ വിഷമബോധം ഉണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തത്, BJPയുടെ ഭാഷയിൽ താമര വിരിയാൻ അവസരമൊരുക്കിയത് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സ്വന്തം വോട്ട് BJPക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ അവസരം ഉണ്ടാക്കുകയായിരുന്നു. അവിടെയാണ് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ട് എത്രയായിരുന്നു എന്നത് ചിന്തിക്കേണ്ടത്. 2011 ഉണ്ടായിരുന്ന വോട്ട് എന്തുകൊണ്ട് 16 ലഭിച്ചില്ല? തങ്ങളുടെ വോട്ട് ലഭിച്ചാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന്
കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരികയല്ലേ? അപ്പോൾ അത്തരമൊരു കാര്യം സംഭവിച്ചതിൽ അത് കോൺഗ്രസിൻ്റെ വേറൊരാളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തുകളിയാണെന്ന് കേരളത്തിൽ അപ്പോൾ തന്നെ വ്യക്തമാണ്. എന്നാൽ പുതിയ സാഹചര്യം വന്നപ്പോൾ അന്നൊരു തെറ്റ് സംഭവിച്ചു, തെറ്റായിപ്പോയി. ആ തെറ്റ് ഏറ്റുപറയാൻ ഇതേവരെ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ മതനിരപേക്ഷ കേരളത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നതിനല്ലേ കോൺഗ്രസ് കൂട്ടുനിന്നത്? അപ്പോൾ മതേതര കേരളത്തോട് മാപ്പ് പറയേണ്ട ഒരു കാര്യമല്ലേ അത്? ഇവിടെ ചില ഭാഗത്ത് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു വ്യക്തത കിട്ടില്ലല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സീറ്റുകൾ എവിടെ പോയി? എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ തങ്ങളുടേതെല്ലാം BJPക്ക് സമ്മാനിച്ചു. അങ്ങനെ BJPയെ വളർത്തി. ആ രീതിയിൽ ഒരു കുറ്റസമ്മതം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? ഇതേ നേമത്ത് ഒരു നെടുങ്കാട് ഡിവിഷനുണ്ട്. ആ നെടുങ്കാട് ഡിവിഷനിലെ UDFന് 1169 വോട്ടായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 74ആയി. 1169 വോട്ടുണ്ടായിരുന്ന ഒരു മുന്നണി 74ആയി ചുരുങ്ങുന്ന നിലയാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേമത്ത് വർഗീയ ശക്തികൾക്കെതിരെ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയാണ് ചെയ്തത്. അതിൽ കഴിഞ്ഞ തവണ പരിശോധിച്ചാൽ LDF വോട്ട് വർദ്ധിച്ചു. അത് ഈ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ സംഭവിച്ചതാണ്. കഴിഞ്ഞ തവണ നേമത്ത് UDFന് കിട്ടിയത് 13,860 വോട്ട്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളിൽ UDFിൽ നിന്ന് ചോർന്നു പോയത് 47,024 വോട്ട്. ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളാണ്. ഈ കണക്കിൽ എല്ലാമുണ്ട്. കഴിഞ്ഞ തവണ LDFന് നേമത്ത് കിട്ടിയത് 59,142 വോട്ട്. അപ്പോൾ നേമത്ത് ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ആരാണ് നേമത്തെ ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? കടുത്ത പോരാട്ടം അത് LDF തന്നെയാണ് നേമത്ത് കാഴ്ചവെക്കുന്നതെന്ന് ആർക്കും അറിയാവുന്ന കാര്യമല്ല. ഇവിടെ വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കൺകെട്ട് വിദ്യയല്ല. ഞങ്ങൾ അങ്ങനെ അതിനെ കാണുന്നില്ല. ഇടതുപക്ഷത്തിന് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിരന്തരമായൊരു സമരത്തിൻ്റെ ഭാഗമാണത്. ഇവിടെ മതനിരപേക്ഷ രാഷ്ട്രവും മതനിരപേക്ഷ കേരളവും
മതനിരപേക്ഷ കേരളം നമുക്ക് അഭിമാനപൂർവം രാജ്യത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനെ തകർക്കാൻ ആര് വന്നാലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. മതേതര കേരളത്തിന് ഇടതുപക്ഷം നൽകുന്ന ഉറപ്പ് തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടി പറയാനുള്ളത്, തൊഴിലന്വേഷകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിൻ്റെ വിവരങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. നാട്ടിലുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ. അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകളുണ്ട്. വർക്ക് ഫ്രം ഹോം എന്ന പുതിയ പ്രവർത്തന രീതി വന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇങ്ങനൊരു ആശയം ഉടലെടുത്ത് വന്നത്. അതിൻ്റെ ഭാഗമായി ധാരാളം പ്രത്യേകിച്ച് സ്ത്രീകൾ, നല്ല പ്രൊഫഷണലുകൾ, ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, നേരത്തെ ജോലി എടുത്തവർ എല്ലാം വീടുകളിൽ കഴിയുന്നുണ്ട്. സ്ത്രീകളല്ലാത്തവരുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാവുന്നൊരു പോർട്ടൽ, അതായത് വർക്ക് ഫ്രം ഹോം എന്നത് കൂടുതൽ വിപുലീകരിച്ചുകൂടി എന്ന ആശയത്തിൽ നിന്നാണ് വരുന്നത്. ഇത്തരമൊരു പോർട്ടൽ വരുന്നതോടുകൂടി ലോകത്തെ തൊഴിൽദാതാക്കളായ കമ്പനികളെയെല്ലാം ബന്ധപ്പെടും. അവർക്ക് ആവശ്യമുള്ള ആളുകളെ ഈ പോർട്ടൽ വഴി കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവർ പോർട്ടലിനെ സമീപിക്കും. KDISCാണ് പോർട്ടലിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര ആളാണോ വേണ്ടത് അവർ പറഞ്ഞാൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആളുകളെ കമ്പനിയുടെ മുന്നിൽ സ്വാഭാവികമായും ഇന്ന ആളുകളാണുള്ളത് എന്ന് പറഞ്ഞ് എത്തിക്കും. അപ്പോൾ അവർക്ക് യോഗ്യത അനുസരിച്ച് എടുക്കാം. മറ്റൊരു കാര്യം കൂടി ചെയ്യും. സർക്കാർ ഇവർക്ക് ആവശ്യമായ നൈപുണ്യ വികസനം നൽകും, അതിനുള്ള പരിശീലനം നൽകും. അപ്പോൾ നൈപുണ്യ വികസന പരിശീലനം പഠിച്ച് കുറേ കാലമായി, അല്ലെങ്കിൽ തൊഴിലെടുത്തിട്ട് കുറേ കാലമായി, അപ്പോൾ അവരുടെ നൈപുണ്യത്തിന് കുറച്ചൊരു മങ്ങൽ വന്നിട്ടുണ്ടാകും. അതൊന്ന് പുതുക്കാനുള്ള പരിശീലനവും നൽകും. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈ പോർട്ടൽ വഴി 32 പേർക്ക് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിച്ചിരിക്കുകയാണ്. അവർക്ക് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റാ സയൻസ്, ഈ മേഖലകളിലായിരുന്നു ആളുകൾ വേണ്ടത്. കുറച്ച് പേരേ വേണ്ടു, അങ്ങനെയാണ് 32 പേരായത്. അപ്പോൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റാ സയൻസ്, ഈ മേഖലകളിലാണ് ഇപ്പോൾ ജോലി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം എത്ര കണ്ടാണ് പ്രാവർത്തികമാകുന്നത് എന്താണ് ഇത് കാണിക്കുന്നത്. ഒരു ദിവാസ്വപ്നമല്ല. 32 ആയുള്ളൂ, എന്ന് തുടക്കേ ആയുള്ളൂ, രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ആളുകൾ. അപ്പോൾ വാഗ്ദാനം ഫലപ്രദമായി നടപ്പായി തുടങ്ങുകയാണ്. ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാവരും, സ്ത്രീകളായാലും ഈ പറഞ്ഞ തരത്തിലുള്ള സ്ത്രീകളായാലും തൊഴിലില്ലാത്ത മറ്റുള്ളവരായാലും യുവാക്കളായാലും ഒട്ടേറെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രവാസികൾ തിരിച്ചു വന്നവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവർ വേഗം തന്നെ ഇതിനകത്ത് പോർട്ടൽ രജിസ്റ്റർ ചെയ്യൽ പ്രധാനമാണ്. HTTPS knowledgeemission.kerala.government.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് മടിക്കരുത് എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ കൂടി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. കോൺഗ്രസിന്റെ പട്ടിക വന്നതിന് ശേഷം ഒരു തലമുണ്ടനം തലസ്ഥാനത്ത് നടന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അല്പം മുൻപ് KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു
ആണെങ്കിലും സംസ്ഥാനത്തിന്റെ പൊതുവിലുള്ള പ്രതിച്ഛായ ഇത് ദേശീയ മാധ്യമങ്ങളിലും മറ്റും ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള കേരളത്തിനൊരു സെറ്റ്ബാക്ക് ഇത് ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണ് CM അതിനെ കാണുന്നത്? ഇതില് സാധാരണ നിലക്ക് ഒരു പാർട്ടിയുടെ കാര്യമാണ്, ഞാൻ അതിൽ പ്രതികരിക്കേണ്ട ആളല്ല. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആ പാർട്ടിയുടെ മഹിളാ വിങ്ങിൻ്റെ സംസ്ഥാനത്തെ പ്രധാനിയായിരിക്കുന്ന ഒരു സഹോദരിക്ക് ഇങ്ങനെയൊരു നിലപാടെടുക്കേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല അവർ വളരെ മനോവേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതും കാണാനിടയായി. അപ്പോൾ ആ കാര്യത്തിൽ ഉള്ള പ്രതികരണം അതൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്വതയോടെ ആയോ എന്ന സംശയം എനിക്കുണ്ട്. ആ സംശയം ഞാൻ പങ്കുവെക്കുകയാണ്. മറ്റു കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. ആ കോന്നിയിൽ കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു മത്സരിച്ചത്? കോന്നിയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ഈ BJPയുടെ പ്രസിഡന്റ് തന്നെയാണ്. ചെങ്ങന്നൂർ നേരത്തെ മത്സരിക്കാൻ പോയത് BJPയുടെ മുൻ പ്രസിഡന്റായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരുടെയും കാര്യം ഇപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊരാളുടെയും ഇത്തരത്തിലുള്ള ഒരു കൂട്ടരുടെയും സഹകരണം ആവശ്യമില്ല ജയിച്ചു വരാൻ. മാത്രമല്ല വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. 4 വോട്ടിന് വേണ്ടി വർഗീയ ശക്തികളെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സമരസപ്പെടുത്തി കളയാം എന്ന് ചിന്തിക്കുന്ന അല്പത്വവും ഞങ്ങൾ കാണിക്കില്ല. അല്ല, കുറ്റ്യാടിയിലുണ്ടായ പ്രശ്നം പ്രത്യേക രീതിയിലുള്ളതാണ്. ഞങ്ങൾ മുന്നണിയുടെ ഭാഗമായി സീറ്റ് വിഭജനം നടത്തി. ആ സീറ്റ് വിഭജനത്തിൽ ഒരു പുതിയ പാർട്ടി വരുമ്പോൾ അവർക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് വേണമായിരുന്നു. അത് കുറ്റ്യാടിയാണ് നൽകിയത്. അപ്പോൾ അതിനെതിരെയുള്ള വികാരം അവിടെ വല്ലാതെ ശക്തമായി വന്നു. അപ്പോൾ അവിടുത്തെ ആ വികാരമൊക്കെ കണ്ടപ്പോൾ ആ പാർട്ടി തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇത് വിട്ടു നൽകാം, നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകാം എന്നൊരു നിലപാടെടുത്തു. ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. നല്ല ഉദാര മനസ്കരായിട്ടാണ് അവർ നിലപാട് സ്വീകരിച്ചത്. സാധാരണ സീറ്റ് വിഭജനം നടന്നാൽ അങ്ങനെ ഒരു നിലപാട് പിന്നെ ഒരു ഘടകകക്ഷി സ്വീകരിക്കില്ല. അത് വളരെ നല്ലൊരു മനോഭാവമായിരുന്നു. ആ മനോഭാവത്തെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. ഏതായാലും അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി അവിടെ കണ്ടോളൂ എന്നുള്ള നില അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തോട് പറഞ്ഞു. അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥിയെ കണ്ടിരിക്കുന്നത്. അതാണ് ഉണ്ടായത്. എല്ലാവരും ഒരാൾ പറയുന്നു ഇതോ നല്ല ആളാണ്, ബന്ധപ്പെടാൻ പറ്റുന്ന ആള് തന്നെയാണത്. ഇതെല്ലാം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അദ്ദേഹത്തിന് എന്താ അങ്ങനെ, അദ്ദേഹം പൊതുവിൽ അങ്ങനെ ഒരു വിടുവായനല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് വളരെ അടുത്ത പരിചയമൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വിടുവായനല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ അത് ശരി, അതായിരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞത്. അല്ല, ആർക്കും മത്സരിക്കാമല്ലോ, അതിലെന്താ പ്രത്യേകിച്ച് നോക്കിക്കാണാനുള്ളത്? പിന്നെ ആ പ്രശ്നത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ല. കാരണം അതിനകത്ത് ആ അമ്മയുടെ വികാരത്തോടൊപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരെന്താണോ ആവശ്യപ്പെട്ടിരുന്നത് അതനുസരിച്ചാണ് അവസാനം CBIക്ക് ആ അന്വേഷണം വിടുന്നെടുത്തവരെ കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഒരു ഘട്ടത്തിലും അവരെ വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അവരെ പല തരത്തിലുള്ള ആലോചനകൾ അവർക്കുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കട്ടെ, അത്രയേ ഉള്ളൂ.
CBIയുടെ അന്വേഷണത്തിന് കാര്യങ്ങൾ വിട്ടു. അത് CBIയുമായിട്ട് പിന്നെ CBI ബന്ധപ്പെട്ട് വരുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അവരെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന്, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയുന്നതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് CBIക്ക് വിട്ടിരിക്കുകയാണ്. CBIയുടെ അന്വേഷണമാണ് അതിൽ നടക്കേണ്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചേരാത്ത ഒരാൾ, ഞങ്ങളെ പാർട്ടിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരാൾ പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയ ആൾ പല വഴികൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ പേര് ഞാൻ പറയുന്നില്ല, നേരത്തെ അങ്ങനെ ഒരാൾ പലരും ഉണ്ടായിരുന്നല്ലോ. അവർ വേറൊരു പാർട്ടിയിൽ പോയി, പിന്നെ BJP ആയി. അതിൻ്റെ അർത്ഥം ഞങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസി ആയി എന്നാണ്. അത് വ്യക്തികളുടെ കാര്യത്തിലുണ്ടാകുന്ന അപജയമാണ്. നമ്മളെ സമൂഹത്തിൽ വ്യക്തികൾ പല തരക്കാരുണ്ടാകും. അത് CPIഎമ്മിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ വന്നേക്കാം. പക്ഷേ അവർക്ക് CPIഎമ്മിൽ തുടരാൻ പറ്റില്ല. അതാണ് CPIഎമ്മിൻ്റെ പ്രത്യേക രീതി. അങ്ങനെ അപജയം കണ്ടാൽ അവരെ ആദ്യം ശാസിക്കാൻ നോക്കും, നല്ല രീതിയിൽ ഉപദേശിക്കാൻ നോക്കും. ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ആ പുറത്താക്കിയവർ വേറെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കൊരു തരത്തിലും വരുന്നില്ല. അവർ മുൻപും അവിടെ സ്ഥാനാർത്ഥിയായിട്ടില്ലേ? അതിൽ എത്രമാത്രം പ്രശ്നം എന്താണ്? അവിടെ സാധാരണ നിലക്ക് നല്ല മത്സരം നടക്കും. LDF ജയിച്ച മണ്ഡലമാണ്. നല്ല രീതിയിൽ തന്നെ അവിടെ ജയിച്ചു വരും. ഇതിൽ പ്രത്യേക കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. പുതിയൊരു പാർട്ടി വരുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പരിഹരിച്ച് പോകാറുമുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഉണ്ടായാൽ അപ്പോൾ തന്നെ ഞങ്ങളാകെ വല്ലാതെ ഇടുങ്ങിപ്പോകുന്ന നിലയല്ല. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഇങ്ങനെയൊരു നിലപാടെടുക്കാം. അത് ഞങ്ങൾ അംഗീകരിച്ചു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു കീഴ്വഴക്കമായിട്ടൊന്നും വരുന്ന കാര്യമല്ല. അല്ല, അത് ഞാൻ വ്യക്തമാക്കേണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ പേരുകളൊന്നും പറയാതിരുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിച്ചതായിരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് ചേരാത്ത ചില കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ പറ്റാത്തത് പുറത്ത് ചിലത് ചെയ്തത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ മറ്റു പല പ്രതീകങ്ങളും അവിടെ കാണിച്ചു. അതിവിടെ ആവർത്തിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങോട്ടും ആ സ്വഭാവം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രത്യേക ആളെ പേരൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പേര് പറയാതിരുന്നത്. സൂര്യാഘാതം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചതല്ല. ഏതായാലും വെള്ളം തലോടെ കുടിക്കണമെന്ന് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു. അതും മറ്റെന്തെങ്കിലും അർത്ഥം വെച്ച് പറഞ്ഞതല്ല. അതോടൊപ്പം BJP നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ LDFും BJPയും തമ്മിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ തന്നെയാണോ കാര്യം? ഞങ്ങള് ഇവിടെ രണ്ടു കൂട്ടർക്കും എതിരാണ്. അതായത് BJP രാജ്യം ഭരിക്കുന്നൊരു കക്ഷി, അത് പ്രതിദാനം ചെയ്യുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുണ്ട്. ഇതേ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം തന്നെയാണ് കോൺഗ്രസും പുലർത്തി പോകുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ഒരേ നയത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ ഈ രണ്ടിനെയും എതിർത്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഏതെങ്കിലും ഒന്നിനെ എതിർത്ത് മറ്റൊന്നിനെ വളം വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല. രണ്ടിനെയും എതിർക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ആ ശേഷി വെച്ച് ഞങ്ങൾ എതിർക്കുകയാണ്. ഇവിടെ UDFനെ പരാജയപ്പെടുത്തും, BJPയെ വളർത്താതിരിക്കും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. നമ്മളെ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നീട് പറയാം. ഇത് 7 മണിയായി പോയി. ഇനി നമ്മൾ സാധാരണ സമയം ഇതാണ്, 7 മണിക്ക് അവസാനിക്കലാണ്. പിന്നീട് കാണാം നമുക്ക്. #1 Election Channel 24.